സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഇനി കുറച്ച് പാസ്റ്റാണ്. അർജുൻ ഇങ്ങനെ ആയെന്നൊക്കെ അറിയണ്ടേ? പ്രതാപേട്ട. കുളി കഴിഞ്ഞ് തല തുടക്കുന്ന പ്രതാപിന്റെ അടുത്തേക്ക് ലക്ഷ്മി എന്ന ലച്ചൊരു ഗ്ലാസ് കോഫിയും കൊണ്ടുവന്ന് വിളിച്ചു. പ്രതാപ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഒന്ന് തലചിരിച്ച് നോക്കി. കയ്യിലുള്ള കോഫി കപ്പ് ടേബിളിൽ വെച്ച ശേഷം ലക്ഷ്മി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടവല് വാങ്ങി അദ്ദേഹത്തെ ബെഡിലെത്തി തല തുടച്ചു കൊടുത്തു. അദ്ദേഹം ഒരു ചിരിയോടെ നേരെ ഇരുന്ന് കൊടുത്തു. പ്രതാപേട്ട, അജു വന്ന് കണ്ടില്ലേ? തല തുറത്ത ശേഷം കയ്യിലുള്ള ടവൽ തോളിലേക്ക് ഇട്ടുകൊണ്ട് ലക്ഷ്മി പറയുമ്പോൾ പ്രതാപൻ അതിനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ഷെൽഫ് തുറന്നൊരു വെള്ള മുണ്ടും വെള്ള കുർത്തയും എടുത്തിട്ടു. 5 വർഷങ്ങൾക്ക് ശേഷം പഠനം പൂർത്തിയാക്കി UK നിന്ന് നിങ്ങളുടെ ബിസിനസ് നോക്കി നടത്താൻ വന്ന മകനാ. അവനുടെ ഈ ഗൗരവം മറച്ചു പിടിച്ച് ഉള്ളിലുള്ള സ്നേഹം കാണിച്ചൂടെ? അവനത് ആഗ്രഹിക്കുന്നുണ്ടാകും. ലക്ഷ്മി പറയുമ്പോൾ അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് പോയി. ലക്ഷ്മി പോകുന്നത് നോക്കി അദ്ദേഹം ടേബിളിൽ ഇരുന്ന കോഫി ചുണ്ടോട് വെച്ച് തുറന്നിട്ട് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ലക്ഷ്മി നേരെ പോയത് അടുക്കളയിലേക്കാണ്. വനചേച്ചിയും സേതും ഈ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ലക്ഷ്മി നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് അവർക്കൊപ്പം കൂടി. എന്ത് പറ്റി ലച്ചു? ആ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സേതും അടുത്തേക്ക് വന്ന് ചോദിച്ചു. കണ്ണുകൾ അമർത്തിയൊന്ന് തുടച്ച് ലക്ഷ്മി അവരെ നോക്കി. അജു വന്നിട്ട് പ്രതാപേട്ടൻ ഇതുവരെ അവനോടൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. ആകെയുള്ള മകനല്ലേ, ഞങ്ങളെ താങ്ങി പിടിക്കാനുള്ള തോട്, അതവൻ മാത്രല്ലേ. അവനോട് എന്തിനാ ഈ ഗൗരവം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കണ്ണു തുടച്ചു. സേതും അവരെ തന്നെ നോക്കി നിന്നു. എന്ത് പറയും അറിയില്ല. അപ്പോഴേക്ക് രാവണിയുടെ വിളി വന്നതും ലക്ഷ്മി കണ്ണുകൾ അമർത്തി തുടച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എന്ത് പറ്റി മോളെ? എന്ത് പറ്റാനാ വനചേച്ചി? അച്ഛനും മകനും പരസ്പരം മിണ്ടില്ല, അതന്നെ പ്രശ്നം. അവർക്കിടയിൽ കിടന്ന് ഇവളിങ്ങനെ ഒരുങ്ങുന്നു. ആജ് ചെറുപ്പം തൊട്ട് ഭയങ്കര വികൃതിയായിരുന്നു. അവനക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നത് അവൻ്റെ അച്ഛനെയാണ്. മകൻ്റെ ആ പേടി എന്നും വേണമെന്ന വാശിയിൽ പ്രതാപേട്ടനും. അവൻ വളരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു സംസാരം, അതും 1-2 വാക്കിൽ, അല്ലാതെ ഉള്ളതൊക്കെ വഴക്ക് മാത്രം. അവൻക്കും അത് ശീലായി. പാതി അവൻ അച്ഛനിൽ നിന്ന് അകന്നു. അവൻ ലോക അമ്മ മാത്രമായി. ചെറുപ്പത്തിൽ അവനോട് കാണിക്കാത്ത സ്നേഹം ഇപ്പൊ കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പ്രതാപേട്ടൻ തന്നെ തോന്നിക്കാണും. സേതുമ്മ പറഞ്ഞു നിർത്തുമ്പോൾ വനചേച്ചി തലകുലിക്കും. അത് തന്നെയാവും പ്രശ്നം. ഇതുവരെ കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും ഇനി അവന് കൊടുക്കുമ്പോൾ അവൻ അതിനെങ്ങനെ എടുക്കുമെന്ന് ചിന്ത. അമ്മ എന്തിനാ വിളിച്ചത്? രാവണിയുടെ റൂം തുറന്ന് അകത്തേക്ക് കയറിയത് ലക്ഷ്മി ബെഡിലിരിക്കുന്ന രാവണി ഒന്ന് നോക്കി. എനിക്ക് കുടിക്കാൻ ചായ ഒന്നും കിട്ടിയില്ല. ഇത്തിരി ദേഷ്യത്തിൽ അവർ പറയുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ തിരികെ അടുക്കളയിലേക്ക് തന്നെ നടന്നു. ചായ കപ്പിൽ പകർത്തിയ ആ ഗ്ലാസും ആ കപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് തന്നെ നടന്നു. രാവണിയുടെ റൂമിൽ കയറുമ്പോൾ തന്നെ രാവണിയുടെ അടുത്തിരിക്കുന്ന പത്മാവതിയെ കണ്ടു. അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചായക്കപ്പും ഗ്ലാസും അവിടേക്ക് വെച്ചുകൊണ്ട് ലക്ഷ്മി തിരികെ നടന്നു. ലക്ഷ്മി! പത്മാവതി വിളിച്ചതും ലക്ഷ്മി അവിടെ നിന്നു. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. മകൻ വന്നല്ലേ, നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് അടയ്ക്കൊതുക്കി നിർത്തിക്കോ. പണ്ടേ അവർക്ക് ഞങ്ങളെ കാണുമ്പോൾ ഒരു കല്ലുകടി ഉണ്ടായിരുന്നു, അതൊന്ന് കൂട്ടാൻ നിൽക്കണമെന്ന് പറഞ്ഞേക്ക്. പത്മാവതി പറയുമ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ആ ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അവർക്കുള്ള മറുപടി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പകുതിയായപ്പോഴാണ് അജ് താഴേക്ക് വരുന്നത്. ഇന്നലെ രാത്രിയാണ് അവൻ വന്നു കയറിയത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു. ഒരു ചെറിയ ഷോർട്സും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ജിത്തുവിൻ്റെ അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. അവൻ്റെ മുന്നിലുള്ള പ്ലേറ്റിലേക്ക് ഒരു ഇടിയപ്പം ഇട്ട് കുറച്ച് കറിയും ഒഴിച്ച് കഴിച്ചു തുടങ്ങി. അജു, ഇനി എന്താ പരിപാടി? സൂര്യനാരായണൻ ചോദിച്ചതും അവൻ മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കി. അതിലിപ്പോൾ എത്ര ചോദിക്കാൻ എന്നായിരുന്നു അവൻ്റെ നോട്ടത്തിൻ്റെ പിന്നിൽ. പഠിത്തം കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ബിസിനസ് നോക്കി നടത്തണം എന്നല്ല റൂള്. ഞാനായിട്ട് തെറ്റിക്കുന്നില്ല, പക്ഷേ നാട്ടിലുള്ള ബിസിനസ് അതെനിക്ക് വേണ്ട. ഞാൻ പുറത്തുള്ളത് നോക്കിക്കൊണ്ട് അത്ര പോലും ഇവിടെ നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞതാണ്. അവർക്കത് മനസ്സിലായി. അല്ലെങ്കിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് അവനിടയ്ക്ക് വരാൻ നോക്കാമായിരുന്നു. എന്നാൽ അവൻ ആകെ 2 വട്ടം മാത്രമാണ് വന്നിട്ടുള്ളത്. അതും അവൻ്റെ അമ്മയെ കണ്ട ശേഷം തിരികെ പോകും, അത്രമാത്രം. നീ നാട്ടിലേത് നോക്കിക്കോ, പുറത്തുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. ഇത്ര കാലം നീ പുറത്തായിരുന്നില്ലേ, ഇനി കുറച്ചു കാലം ഇവിടെ നിൽക്ക്. പത്മാവതിയുടെ മകൻ ലക്ഷ്മി പറഞ്ഞതും അജു മുഖം വെട്ടി അവനെ നോക്കി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ കുടുംബത്തെ ബിസിനസ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ നാട്ടിലുള്ളത് നോക്കില്ല. അതാര് പറഞ്ഞാലും ഞാൻ മാറ്റാനും പോകുന്നില്ല. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനെ ഒന്ന് നടിപൊടി നോക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റു. ആരുമൊന്നും പറഞ്ഞില്ല. അവർക്ക് അവൻ്റെ അച്ഛൻ്റെ ബുദ്ധിയാണ്. വല്ലതിലും തൊട്ട 10 വർദ്ധിപ്പിക്കുമ്പോൾ അതുകൊണ്ട് അവനെ പിണക്കുന്നത് ശരിയല്ല. എവിടെയായാലും കുടുംബത്തെ ബിസിനസ് നോക്കിയാൽ മതിയെന്ന മൈൻഡിലായെന്ന് എല്ലാവരും. ലക്ഷ്മി അവനെ നോക്കി കൈമുറിച്ച് ചൂട്ടിപ്പിടിച്ചു. അവനോട് ജയിക്കാനാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് അടങ്ങിയിരുന്നു.
എല്ലാം കേട്ടും കണ്ടും ഗൗരവത്തോടെ ഇരുന്ന് കഴിക്കുന്ന പ്രതാപനെ ലക്ഷ്മി ഒന്ന് നോക്കി. മകൻ വീണ്ടും കൺമുന്നിൽ നിന്ന് പോവുകയാണെന്ന വേദന അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ അവർ തുടച്ചു. അജു മുകളിലേക്ക് പോയി അവൻ്റെ റൂമിലും ബെഡിലും മലന്ന് കിടക്കുമ്പോഴാണ് വാതിൽ തുറന്ന് ജിത്തു വന്നത്. നിന്റെ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ലേ? ഇല്ല. ജിത്തുവിൻ്റെ ആ ചോദ്യത്തിന് ഒന്നും ആലോചിക്കാതെ തന്നെ അവൻ്റെ മറുപടി വന്നു. ജിത്തുവിനൊന്ന് നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് അവൻ്റെ വരവ് പോലും വന്ന് ജിത്തുവിന് ഉറപ്പുണ്ട്. നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ജിത്തുവിനെ നോക്കി ചിരിയോട് അത് ചോദിച്ചതും ജിത്തൊന്ന് ചിരിച്ചു. ഇനിയിപ്പോൾ എന്താ ആലോചിക്കാൻ? നിനക്ക് പോയി പെണ്ണ് ചോദിച്ചൂടെ? ജോലിയൊക്കെ ആയില്ലേ? ജാനുവിൻ്റെ പുറത്തേക്ക് ഇനി ഇവിടെ ആവാലോ. അജു ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്ന് കൊണ്ട് പറയുമ്പോൾ ജിത്ത് തെളിച്ചമില്ലാതൊന്നും മൂളി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ്റെ മുഖഭാവം കണ്ട് അജു ചോദിച്ചതും ജിത്ത് കാര്യങ്ങൾ പറഞ്ഞു. അവളുടെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമ്മയും അനിയനും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് യാതൊരു സമ്മതക്കുറവും ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു പേടിയുള്ളവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കരുത്. അജുവിൻ്റെ ആ വാക്കുകളിലെ ദേഷ്യം അവനെ നോക്കാതെ തന്നെ ജിത്തുവിനും മനസ്സിലായി. എടാ, ഒരു കുടുംബം മൊത്തം എതിർത്ത് നിർത്തിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അജു. പൊന്ന പുന്നാര മോനെ, പാവം പിടിച്ചൊരു പെണ്ണിനെ പ്രേമിച്ച ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊടുത്തിട്ട് ഇപ്പൊ വേണമെന്ന് വെക്കുന്നവരാ നാറി. അജു പെട്ടെന്ന് അവൻ്റെ കഴുത്തിന് പിടിച്ചു. ജിത്തിരി ബലം പിടിച്ചുകൊണ്ട് ആ കൈയെടുത്ത് മാറ്റി. ഞാൻ പറഞ്ഞതിന് അങ്ങനെ അവൾ ഒഴിവാക്കുന്നതിനർത്ഥമല്ല, എനിക്കതിന് പറ്റൂല. പക്ഷേ എല്ലാവരും എതിർത്തിട്ട് അതാലോചിക്കുമ്പോൾ ഒരു പേടി. നീ ആദ്യം ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുക, എന്നിട്ട് ബാക്കി നോക്കാം. അജു അതും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അവൻക്കൊപ്പം തന്നെ ജിത്തുവും. എടാ, നിനക്കും വേണ്ട ഒരു വിവാഹം ഭാര്യയൊന്നും. ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീയാണ്. അത് കഴിഞ്ഞാൽ ലക്ഷ്യനൊക്കെ വരുന്നത്. ചിരിയോടെ ജിത്തു പറയുമ്പോൾ അജു ഒന്ന് പൂച്ചിച്ചു. ഭാര്യ, അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. പിന്നെ ഇതുപോലൊരു നരകത്തിലേക്ക് എന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? എന്നാൽ നിങ്ങൾ വേറെ വീടെടുത്ത് മാറണം. അല്ലാതെ കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നീ പോകുമ്പോൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ. എൻ്റെ പെണ്ണൊന്നും ഒരു വാക്ക് കൊണ്ടുപോലും ഇവിടെയുള്ളവർ പറയുന്നത് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകും, എങ്ങോട്ടാണെങ്കിലും. സത്യം പറഞ്ഞു, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എൻ്റെ പെണ്ണെന്ന് അവൻ്റെ വിളിയും അവൻ്റെ വാക്കുകളും തന്നെയായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. അജു തലചരിച്ച് അവനൊന്ന് നോക്കി, പിന്നെ ഒന്ന് ചിരിച്ചു. ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ട് കിട്ടിയിട്ടില്ല. അജു പറയുമ്പോൾ ജിത്തു ഒന്ന് ചിരിച്ചു. വൈകാതെ കണ്ടു കിട്ടുമെന്നൊരു അർത്ഥമുള്ള പോലെ. എന്നാൽ നമുക്കൊന്ന് പുറത്ത് ചുറ്റിയടിച്ചിട്ട് വരാം. അടുത്ത ആഴ്ച ഉത്സവമല്ലേ, അതിനെക്കുറിച്ച് പരിപാടികളുണ്ട്. നീ ഉണ്ടോ? നിൽക്ക്, ഞാനൊന്ന് മാറ്റട്ടെ, നീ നടന്നോ. അജു ബാത്റൂമിൽ കയറിയതും ജിത്തു പുറത്തേക്ക് നടന്നു. അജു ഫ്രഷായി ഇറങ്ങുമ്പോൾ ബെഡിൽ ലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ആ ഇരുത്തം എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജിത്തു ലക്ഷ്മിയെ നോക്കാതെ ഡ്രസ്സ് മാറാൻ തുടങ്ങി. അജു പറഞ്ഞു. അവരെ നോക്കാതെ തന്നെ അവൻ പറഞ്ഞതും ലക്ഷ്മി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നീ അച്ഛനോടൊന്നും മിണ്ടിയില്ലല്ലോ. അച്ഛൻ എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. ലക്ഷ്മിക്ക് ഉടനടി മറുപടിയും വന്നു. അവർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. നീ വീണ്ടും പോവാണോ? പോകാതെ പിന്നെ. അവൻ്റെ യാതൊരു കൂസലുമില്ലാതെയുള്ള വാക്കുകളിൽ അവരുടെ തേങ്ങിൽ ഇത്തിരി ഉച്ചത്തിലായി. അജു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത ശേഷം അവരവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? എനിക്കിവിടെ നിൽക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മക്കും അച്ഛനൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് കണ്ണിൽ കാണാത്തതിനെ പ്രതികരിക്കുന്നത് എൻ്റെ ഒരു മാറ്റാൻ പറ്റാത്ത സ്വഭാവമാണ്. അത് വെച്ച് ഞാൻ പലതും പറഞ്ഞാൽ കൂടിപ്പോകും. വെറുതെ എന്തിനാ? സമ്മതിച്ചു. ഒക്കെ ഇതിന് നിനക്ക് നിൻ്റെതായ ന്യായങ്ങളുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷെ എനിക്കും ആഗ്രഹം കാണില്ല അജു. ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് ഞാൻ മരിക്കോളം ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ വേണ്ടേ? അതിലെന്തൊരു തെറ്റ് പറയാനുള്ളത്? അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരവൻ്റെ മുഖത്തേക്ക് നോക്കി. അജയുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പാവം, നിന്റെ വിവാഹം, നിന്റെ ഭാര്യ, മക്കള്, അതൊക്കെയല്ലേ അജു ഇനി എൻ്റെ സ്വപ്നങ്ങൾ. അതൊന്നും ഒരു അമ്മ എന്ന നിലക്ക് ആഗ്രഹിക്കാൻ എനിക്ക് പറ്റില്ലേ? പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വിവാഹം എതിർക്കുന്ന ഒരാളും അല്ല ഞാൻ. എനിക്ക് പറ്റി എൻ്റെ സങ്കല്പങ്ങളിലൊരു കുട്ടിയെ കണ്ട അവളുടെ സമ്മതം മാത്രം നോക്കി ഞാൻ കൂടെ കൂട്ടും. പക്ഷേ എനിക്ക് വേണ്ടേ, എനിക്ക് കാണേണ്ടേ? നീ കൊണ്ടുപോകില്ലേ? ലക്ഷ്മി ഒന്ന് തേങ്ങി. ചെക്കനോട് പറഞ്ഞു ജയിക്കാനാവില്ല, തോറ്റുപോകും. എന്തിനാമ ഇപ്പം അതൊക്കെ പറയുന്നത്? എവിടെയോ കിടക്കുന്നൊരു പെൺകുട്ടി, അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ തന്നെ അടികൂടിയാലോ? അവൾ വരട്ടെ, അവൾ വന്നിട്ട് നമുക്ക് തല്ലുകൂടാം. ചിരിയോട് അത് പറയുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ അവനോട് പിണങ്ങി റൂമിൽ നിന്ന് പോയി. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ സമയം കളയുന്നത്? അതായിരുന്നു ലക്ഷ്മി ഒന്നും മിണ്ടാതെ പോയത്. അത് ചിരിയോടെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മുടിയൊക്കെ ശരിയാക്കി ഫോണും കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു.
ജിത്തുവും മജുവും നേരെ പോയത് ഉത്സവം നടത്തുന്ന കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉച്ചയായിരുന്നു. ഒപ്പം പഠിച്ചൊരു കൂട്ടുകാരനെയും കൂട്ടി വരുൺ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് കയറിയവര്. അവിടുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് 3 പേരും മൊത്തം ഒന്ന് ചുറ്റിയടിച്ചു. എടാ എന്നാൽ ഞാൻ വിട്ടാലോ, എനിക്കെൻ്റെ പെണ്ണിനെ പോയി കൊണ്ടുവരണം, 3:30 അവളുടെ ക്ലാസ് കഴിയും. അതും പറഞ്ഞുകൊണ്ട് വരുൺ ബൈക്കിൽ കയറി. വരുണിൻ്റെ അമ്മക്ക് വയ്യാത്തത് കൊണ്ട് അവൻ്റെ വിവാഹം നേരത്തെ നടത്തിയിരുന്നു. ആ പെൺകുട്ടി +2 കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷന് പഠിക്കുവാണ്. ഞാൻ വിടുകയാണ്, എനിക്ക് ജാനുവിനൊന്ന് കാണണം. നീ എന്താ ചെയ്യണത്, വീട്ടിൽ പോകുന്നുണ്ടോ? ജിത്തു ബൈക്കിൽ കയറി അജുവിനോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ ബൈക്കിൽ കയറി. ജിത്തുവിനെ നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. അത് ചെന്ന് നിന്നത് ജാനുവിൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. ഒരു ചെറിയ ടൗൺ പോലുള്ള സ്ഥലമാണ് അവിടെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ അവളൊന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാം. ജിത്തു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അജു ഫോണിൽ നോക്കി വണ്ടിയിൽ ചാരി നിന്നു. നന്ദിത, ആരോ ഉറക്കാ പേര് വിളിക്കുന്നത് കേട്ടതും അജു ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഒപ്പം അവൻ്റെ ചുണ്ടുകൾ പതിയൊന്നും ഒഴിഞ്ഞു. നന്ദിത. ഒരു പെൺകുട്ടി കയ്യിലെന്തോ പിടിച്ചുകൊണ്ട് ആ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടുമ്പോൾ ആ ഓടുന്നതിന് പുറകെ അവൻ്റെ കണ്ണുകളും പോയി. ആ പെൺകുട്ടി കയ്യിലുള്ള സാധനം നേരെ നീട്ടിയതും ഒരു വെളുത്ത കൈകൾ അത് വാങ്ങി. അജുവിൻ്റെ കണ്ണുകൾ ആ കൈകളിലേക്ക് പോയി. ചുവന്ന നൈൽ പോളിഷിട്ട് മനോഹരമാക്കിയ ആ കൈകളിലേക്ക്. അവിടെ നിന്ന് ആ കണ്ണുകൾ ആ മുഖത്തേക്ക് പോയി. അജുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ആശ്ചര്യം നടന്ന് കൺമുന്നിൽ കണ്ട പോലെ അവൻ്റെ കണ്ണുകൾ തുളുമ്പി. ഒരു ചിരിയോട് ആ കുട്ടിയോട് എന്തോ പറയുന്ന ആ ചുണ്ടുകളിൽ മാത്രമായി അവൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു. മനോഹരമായ ആ ചിരി. അജു കണ്ണെടുക്കാതെ ആ ചിരിയിലേക്ക് മാത്രമായി നോക്കി നിന്നു. ഇളം വെയിൽ തുടുത്തു നിൽക്കുന്ന ഭംഗിയുള്ള മുഖം കണ്ണുകൾക്ക് അടുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. നെറ്റിയിലൊരു വെള്ളക്കല്ല് പൊട്ടിട്ടിട്ടുണ്ട്. ഒരു യൂണിഫോമാണ് വേഷം, പാൻറ്റും ഷർട്ടും, അതിന് മുകളിൽ കോട്ടും, അതാണ് വേഷം. കയ്യിലൊരു വാച്ചുണ്ട്, മറ്റേ കയ്യിലൊരു കൈ ചെയിൻ. മുടി നല്ല ഭംഗിയിൽ കെട്ടിയൊതുക്കി വെച്ചിട്ടുണ്ട്. ആ കുട്ടിയോട് എന്തോ പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അവൾ തിരിഞ്ഞതും അജുവിൻ്റെ കണ്ണുകൾ അരയോളം നിവർന്ന് കിടക്കുന്ന മുടിയിലേക്ക് പോയി. അവൻ്റെ ചുണ്ടുകൾ അത്രമേൽ ഇഷ്ടത്തോടൊന്ന് വിടുന്നു. മനസ്സിലെ സങ്കല്പങ്ങളൊക്കെ കോർത്തിണക്കി ദൈവം അവൻക്കായി പറഞ്ഞുണ്ടാക്കിയ തുണ, നല്ല പാതി. അജു. പിന്നിൽ നിന്ന് ജിത്തു വിളിച്ചതും അജു പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി. ശേഷം അവൾ പോയ വഴിയെ നോക്കി. കാണുന്നില്ല, കണ്ണീന്ന് മറഞ്ഞു പോയിരിക്കുന്നു. അജു ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറിയിരുന്നു. കണ്ണിലും മനസ്സിലും ആ ചിരിക്കുന്ന മുഖമാണ്. ഹൃദയം പോലും പിടിക്കുന്നത് നന്ദിത എന്ന പേരാണെന്ന് പോലും അവൾക്ക് സംശയം തോന്നി.